ഹലോ ഗൈസ്, SK വ്ളോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് വങ്കട എന്ന് പറയുന്ന ഒരു മീനിൻ്റെ കറി വെക്കുന്ന ഒരു വീഡിയോ ആണ്. അത് അമ്മയുടെ ഇത് മീനൊക്കെ കയ്യിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചെത്തിയാണ് എടുക്കുന്നത്? അല്ല, ഇത് പൊളിച്ചാണ് എടുക്കണത്. ഇതിന് ആരോള്ള മീനാണ്. ഇത് പൊളിച്ചാണ് എടുക്കണത്. നമ്മൾ സൂക്ഷിച്ചൊക്കെ ചെയ്യണം. ഇത് കുടുക്ക പോലെ അല്ല, ഇതിന് ആരോള്ളതാണ്. ഈ അരം ചെത്തിക്കളയണം. പൊളിച്ചെടുക്കണതാണ് ഇതിന്. ഇത് വലുതായത് കൊണ്ട് ഇത് ഇച്ചിരി മൂത്തതാണ്. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് ഇതേ വെച്ച് പീസാക്കാം. തല മാറ്റട്ടെ. ചെറിയ കഷ്ണങ്ങളാക്കി. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ട്. കണ്ടോ, ഇതൊക്കെ കളയണം. നമ്മളിത് വങ്കട കറിയാക്കാനുള്ള സാധനങ്ങളാണ് ഇത് വങ്കട വെട്ടി ഇത് കഷ്ണാക്കി എടുത്തത്. ഇനി ഇത് കറിയാക്കാനുള്ള അരക്കാനുള്ളതിനുള്ളതാണ്. ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, എരിവെള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി. ഇത് നമ്മൾ മിക്സിയിലാണ് അരക്കുന്നത്. ഇതിൽ വെള്ളം ഒഴിച്ച് മിക്സിയിലാണ് അരക്കുന്നത്. പിന്നെ ഇത് ഇച്ചിരി വറവെടുത്താണ് നമ്മളിത് ഈ അരപ്പ് മൂപ്പിക്കുന്നത്. അതിനുള്ള ഇഞ്ചി, കൊച്ചുള്ളി, പച്ചമുളക്, വേപ്പില, പിന്നെ പുളി, കടുക്, ഉലുവയൊക്കെ ചേർത്താണ് നമ്മൾ എണ്ണക്കകത്ത് ഈ അരപ്പ് മൂപ്പിക്കുന്നത്. എണ്ണ ഒഴിച്ച് വേണം അരപ്പ് മൂപ്പിക്കാൻ. കടുകിട്ട് ഇടണം. ഉള്ളി ഇട്ട്, പച്ചമുളക് ഇട്ട്, ഇഞ്ചി. ഇത് വാടിയതിൻ്റെ ശേഷമാണ് നമ്മൾ അരപ്പ് ചേർക്കണത്. ഇത് വേണം അരപ്പ് ചേർക്കുക. നമ്മൾ മിക്സിയിലാണ് അരച്ചത്. അതങ്ങോട്ട് ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇനി പുളി ഉപ്പ് ഇടണം. പുളി നമ്മൾ കഴുകി വെള്ളത്തിൽ ഇട്ടിരുന്നതാണ്, അത് ഇടുകയാണ്. അതിൻ്റെ വെള്ളം ഒഴിക്കുകയാണ്. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പോരെങ്കിൽ ഇച്ചിരി ഇടാം. അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കഷ്ണം പെറുക്കി ഇടാം.
ഇട്ടട്ടെ, ഇവിടെ ഇരുന്നോട്ടെ. കറി വറ്റിക്കാണണം. വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വേപ്പില, ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. അരപ്പ് മൂപ്പിച്ചതാണ്, എന്നാൽ ഇച്ചിരി എണ്ണ ഒഴിച്ചേക്കാം. റെഡിയാണ്. കറി റെഡി ആയിട്ടുണ്ട്. കണക്കായ ഉപ്പും പുളി നല്ല സ്വാദൊക്കെ ഉണ്ട്. വങ്കട കൊണ്ടുള്ളൊരു കറിയാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കിയത്. തയ്യാറാക്കിയ വിധം എല്ലാവരും കണ്ടല്ലോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.